ഹായ് ഓൾ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ രാത്രിയാണ്. രാത്രി എന്ന് പറഞ്ഞാൽ മൺഡേ, ഒക്ടോബർ ഡേറ്റ് ഒക്ടോബറിൽ ഒക്ടോബർ 28 മൺഡേ രാത്രിയാണ് കേട്ടോ. ഒരു 9:45 ആയി ഇവിടുത്തെ സമയം. സമയം 9:45 ആയി. അപ്പോൾ ഈ സമയത്ത് ഞാൻ വീഡിയോ ആയിട്ട് വരാനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഓണത്തിൻ്റെ തലേ ദിവസം ഒരു ലോട്ടറി അടിച്ചെന്ന് പറയാം. ലോട്ടറി അടിച്ചത് ഒരു പ്രതിസന്ധിയായി എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത് 31-ാം തീയതി ലാസ്റ്റ് ഡേറ്റുമാണ്. അപ്പോൾ എന്തായാലും അത് ഷെയർ ചെയ്തുകൊണ്ട് നമ്മുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ട് ഒരു അത് എന്താ പറയുക ഒരു കാര്യം കാണിക്കാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വലിയ അങ്ങനെ മറച്ചു പിടിക്കേണ്ട ഒരു വസ്തുതയൊന്നുമല്ല. ഈ ഓണത്തിൻ്റെ തലേ ഒരു പ്രവാസി ചിട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഒമാനിലാണല്ലോ. അപ്പോൾ പ്രവാസി ചിട്ടി ഉണ്ടായിരുന്നു KSFEയുടെ കേട്ടോ. KSFEയുടെ. അപ്പോൾ നമ്മൾ കുറേ ആയിട്ട് നമുക്ക് KSFEയുടെ ഭാഗത്ത് നിന്ന് കുറേ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യേണ്ടത്. എനിക്ക് കുറേ ലോസസും എൻ്റെ ലൈഫ് തന്നെ മാറി, എന്താ പറയുക, ആകെ മാറി ഞങ്ങളുടെ ലൈഫ് ഇല്ലാതെ ആവുന്നതിന് KSFEയിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരും വേറെ കുറച്ച് ആൾക്കാരും കൂടിയിട്ട് വലിയൊരു ചതിയൊക്കെ നടന്നിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് 30 വർഷമായിട്ടുള്ള ഒരു പ്രവാസിയാണ് മസ്കറ്റിൽ. ഞാനും 22 വർഷത്തേക്ക് കടക്കുന്നു മസ്കറ്റിലായിട്ട്. അപ്പോൾ നമ്മുടെ ഒരു പ്രധാന ഒരു അധ്വാനത്തിൻ്റെയും ഒരു പ്രധാന ഒരു ജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്ന കുറച്ച് പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ കുറേ സിസ്റ്റങ്ങളെ നമുക്ക് മാറ്റി എഴുതാനൊന്നും പറ്റില്ലല്ലോ. ഒന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല, എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കാണിക്കേണ്ടത്, ഞാൻ വിവരാവകാശം അയക്കുന്നതൊക്കെ വീഡിയോ ആയിട്ട് ചെയ്യേണ്ടത് കാര്യമൊന്നുമില്ല. അയച്ചിട്ടൊന്നും നമുക്ക് നഷ്ടപ്പെടേണ്ടതൊക്കെ നഷ്ടപ്പെട്ടു. ബാക്കി ഉദ്യോഗസ്ഥരൊക്കെ സുഖമായിട്ട് മുന്നോട്ട് പോകുന്നു. എവിടെ എത്ര പ്രവാസികളല്ലേ, 30 ദിവസം ചെല്ലും, 10 ദിവസം ചെല്ലും, 15 ദിവസം ചെല്ലും. അപ്പോൾ നമ്മളതിനെ ആ ഓഫീസിൽ ഓടിക്കും, ഈ ഓഫീസിൽ ഓടിക്കും, അപ്പുറത്തെ ഓഫീസിൽ ഓടിക്കും. അങ്ങനെ ഒരു ഓഫീസ് കിടക്കുക, ഗവൺമെൻറ് കിടക്കുക തിരുവനന്തപുരത്ത്, KSFEയുടെ ഹെഡ് ഓഫീസ് കിടക്കുക തൃശ്ശൂർ, ബ്രാഞ്ച് കിടക്കുക നമ്മുടെ എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ നിയറസ്റ്റ് ആവുമല്ലോ ചേർന്നുണ്ടാവുക അവിടെ. ഇത് മൂന്നും കൂടി നമ്മൾ ഓടി വരുമ്പോഴേക്കും തന്നെ എന്താ പറയുക 2 ദിവസം കഴിയിട്ടാണ്. എങ്ങനെ ഫാസ്റ്റായിട്ട് നമ്മൾ ഓടിയാലും ഈ ഓഫീസേഴ്സിനെയും കൂടി കണ്ടിട്ട് നമ്മൾ ഓടി വരുമ്പോഴേക്കും 2 ദിവസം എന്തായാലും കഴിയും. പിന്നെ അതിലൊരു ശനി ഞായർ വരില്ലേ. പിന്നെ മാനേജിങ് ഡയറക്ടർമാർക്ക് മീറ്റിംഗ് ഉണ്ടാവും, ഹിയറിംഗ് ഉണ്ടാവും. ഇതൊക്കെ ഞാൻ അവിടെ പോയിരിക്കുമ്പോൾ ഞാൻ അനുഭവിച്ച കാര്യങ്ങളാട്ടോ. എല്ലാവർക്കും ഇന്നും ഹിയറിംഗ് ആണെന്നല്ലാതെ ഞാൻ പറയുന്നത്. മീറ്റിംഗ് എപ്പോഴും ഉണ്ടായിരിക്കും, ഇല്ല എന്ന് പറയില്ല. 8 മണിയാവും കഴിയാൻ, 9 മണിയാവും കഴിയാൻ, 6 മണിയാവും കഴിയാൻ എന്നൊക്കെ പറയും. ഓക്കെ, റിസപ്ഷനിൽ നമുക്ക് കിട്ടുന്ന വിവരം. പിന്നെ ഹിയറിംഗ് ഉണ്ടാവും, ഹിയറിങ്ങിന് പോയിരിക്കുകയാണ്, ഇന്ന് വരികയില്ല എന്ന് പറയും ചിലപ്പോൾ. അങ്ങനെയൊക്കെ പല പല കാര്യങ്ങൾ പറയും. സെക്രട്ടേറിയറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഫിനാൻസ് മിനിസ്റ്ററായിട്ട് ബന്ധപ്പെട്ട ഓഫീസുകളിൽ ആകെ 3 മണിക്ക് ശേഷം മാത്രമേ കാണാൻ ടോക്കൺ പോലും കിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ അപ്പോൾ അത് കഴിഞ്ഞ് ട്രിവാൻഡ്രം നമ്മുടെ കേരളം ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ട്രിവാൻഡ്രം എവിടെ കിടക്കും നമുക്കറിയാം. ഇങ്ങേയറ്റത്തുള്ളവരോ അല്ലെങ്കിൽ പകുതി കഴിഞ്ഞിട്ടുള്ളവരോ ആണെങ്കിൽ അവർക്ക് അവിടുന്ന് ഇവിടേക്ക് എത്തണമെങ്കിൽ 8 മണിക്കൂറെങ്കിലും ട്രെയിനിൽ വരണം. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ വന്ദേഭാരത് കൂടുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ആദ്യം വിചാരിച്ചു ഇപ്രാവശ്യം വന്ദേഭാരതത്തിൽ വന്ദേഭാരത് തുടങ്ങിയപ്പോൾ വിചാരിച്ചു ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഇനിയിപ്പോൾ എൻ്റെ യാത്രയൊക്കെ സുഖമാവും, വന്ദേഭാരതത്തിൽ വേഗം ടിക്കറ്റ് എടുത്തിട്ട് പോയാലോ. പക്ഷേ വന്ദേഭാരതൊക്കെ മുൻകൂട്ടിയിട്ട് ബുക്ക് ചെയ്യണം എന്നുള്ളത് എന്തോരെ കാര്യം. നമ്മൾ എന്താക്കും, സ്ലീപ്പറും ഇല്ല, ഒന്നുമില്ലാതെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ സാധാ ട്രെയിനിലും ബസ്സിലും നമ്മൾ യാത്ര ചെയ്ത് വരണം. അപ്പോഴേക്കും പിറ്റേ ദിവസം നമുക്ക് ആകെ ഇരുന്നിട്ട് നടുവേദന, ബസ്സിൽ യാത്ര കൊണ്ട് ഛർദി, പിന്നെ അസിഡിറ്റി, ഇതെല്ലാം നമുക്ക് പനി, മഴ, ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് അതിന് വേണ്ടി ചെയ്യും. അവസാനം 2 ആഴ്ചത്തെ ലീവിന് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പോരും. ഇതിൻ്റെ ഇടയിൽ ഒരു ഓഫീസും കൂടി ഉണ്ട് കേട്ടോ, റീജിയണൽ ഓഫീസ്. അത് ആദ്യമാണെങ്കിൽ പിന്നെ മലപ്പുറത്തിൻ്റെയും പാലക്കാടിൻ്റെയൊക്കെ ഒന്നിച്ച് മലപ്പുറത്തായിരുന്നു. അപ്പോൾ മലപ്പുറം പോയിട്ട് പിന്നെ ട്രിവാൻഡ്രത്തേക്ക് എത്തണമെങ്കിൽ ദിവസം ഒന്ന് തന്നെ പോകും, അത് വേറെ കാര്യം. പിന്നെ പാലക്കാടിൻ്റെ ഒക്കെ പാലക്കാടിന് പിന്നെ ട്രെയിൻ നമുക്ക് കിട്ടും. എന്നാൽ പോലും എല്ലാം ബുദ്ധിമുട്ടുകളാണ്. അധ്വാനികളുടെ പാവപ്പെട്ടവർ വിവേകം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഭൂമിയിൽ ഒരാളെയും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് മാത്രം ഉള്ളൊരു പാഠം നമുക്ക് പഠിക്കുന്നു മാത്രം. അത് മാത്രമാണ് ഇതിന്ന് പാഠം നമ്മൾ പഠിക്കുന്നത്. നമ്മൾ എത്ര പട്ടി പോലെ, അതായത് കഴുതേനെ പോലെ അധ്വാനിച്ചിട്ടും കാര്യമില്ല. അങ്ങനത്തെ കുറേ എന്താ പറയുക മോട്ടിവേഷൻ സ്റ്റോറീസ് ഉണ്ടല്ലോ. നമ്മളങ്ങനെ അധ്വാനിച്ചിട്ട് കാര്യമില്ല. പക്ഷേ നമ്മൾ വിവേകം ഉണ്ടെങ്കിൽ അധ്വാനം കുറഞ്ഞാൽ പോലും നമുക്ക്
ആരും പറ്റിക്കണമെന്നൊന്നുമല്ലാതെ ഞാൻ ഒന്ന് പേരെന്ന് പറയുന്നതിൻ്റെ അർത്ഥം അല്ല. നമുക്ക് എന്ത് ചെയ്യുമ്പോഴും നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കാനുള്ളൊരു വിവേകം നമുക്ക് ഉണ്ടായിരിക്കണം. പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് വേണ്ട രീതിയിൽ കൊണ്ടുപോകാനും വിവേകം ഉണ്ടായിരിക്കണം. പിന്നെ സ്വാധീനം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ ഞാൻ മനസ്സിലാക്കിയ 2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, സത്യസന്ധതയും പണവും കൂടി ഉണ്ടായിട്ട് കാര്യമില്ല. കള്ളത്തരം പണം കൂടി ഉണ്ടായ ഒരുപാട് കാര്യങ്ങൾ നടക്കും. സത്യസന്ധത മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, പണം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, സത്യസന്ധതയും പണം കൂടി ഉണ്ടായിട്ടും കാര്യമില്ല. കള്ളത്തരം പണം കൂടി ഉണ്ടായ എന്തും നടക്കും. നമ്മുടെ ഇല്ലാത്ത പൈസയും കൂടി നമുക്ക് ചിലപ്പോൾ റിക്കവർ ചെയ്ത് കിട്ടും. മറ്റേത് FD അല്ല, എന്തിട്ടും കാര്യമൊന്നുമില്ല, നമുക്ക് കിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ നമ്മൾ KSFEയിൽ നിന്ന് ലോണിൽ ഇരുന്നായിരുന്നൊരു വസ്തു വാങ്ങും കൂടി ചെയ്തു. പിന്നെ പരിപൂർണം കൂടി ആയില്ലോ. അതൊക്കെ ജപ്തി ചെയ്ത് പോയിക്കോട്ടെ, ജപ്തിക്ക് പിടിച്ചാൽ മതിയായിരുന്നു. അതൊന്നും ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. അതൊന്നും ഞാനിപ്പോൾ അതല്ല ഇപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത്. ഈ രാത്രി ഇത്ര ലേറ്റ് ആയതിനു ശേഷം നമുക്ക് ഒരു KSFEയുടെ ഒരു ഗാലക്സി ചിട്ടി എന്നുള്ളതിൽ ഒരു പ്രൈസ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഓണക്കോടി എന്ന് പറയുന്ന ഒരു ഇത് 3500 രൂപയുടെ ഖാദി ബോർഡിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം. അതായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഓണത്തിൻ്റെ തലേ ദിവസമാണ് വന്നത്. പിന്നീട് ഒരു മെയിൽ വഴി നമുക്ക് 2-3 ദിവസം കൊണ്ട് അറിയിച്ചു തോന്നുന്നു. പിന്നെ ഓണത്തിൻ്റെ തിരക്കാകുമ്പോൾ നാട്ടിലാരുടെയും വാങ്ങുന്നു വയ്ക്കുമ്പോൾ എല്ലാവർക്കും ഓണക്കോടിയൊക്കെ എടുത്ത് കഴിഞ്ഞു. പിന്നെ ഖാദി ബോർഡ് ആകുമ്പോൾ പലർക്കും താല്പര്യമില്ല, വില കൂടുതലാണ്. 3500 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കയ്യിൽ നിന്ന് എടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആർക്കും വലിയ താല്പര്യമില്ല. എന്തായാലും ഇനിയിപ്പോൾ ഞാൻ തന്നെ അത് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ പിന്നെ എന്തായാലും നമുക്കൊരു യൂട്യൂബ് വീഡിയോയും ഫ്രണ്ട്സും ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ യൂട്യൂബ് വീഡിയോയിൽ നമുക്കതങ്ങോട്ട് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ രാത്രിയിൽ. അപ്പോൾ ഇപ്പോൾ ഈ രാത്രിയിൽ തന്നെ ഇരിക്കാനൊരു കാരണം ഉണ്ടായി. 31-ാം തീയതി അതിൻ്റെ എൻഡിങ് ഡേ ആണ്, ഡെഡ് ലൈനാണ് 31-ാം തീയതി. അതിന് മുന്നേ നമ്മൾ പർച്ചേസ് ചെയ്യാം. അപ്പോൾ പിന്നെ ഇന്ന് തന്നെ ആവാമെന്ന് വിചാരിച്ചു. ഇനി അവസാന ദിവസത്തേക്ക് വെക്കുന്നില്ല എന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്ക് നോക്കാം. സെലക്ഷൻ ഖാദി ബോർഡ്. അപ്പോൾ ഞാനൊരു പ്രതിസന്ധിയിലായി എന്ന് പറഞ്ഞില്ലേ, ലോട്ടറി പോലെ ഒന്ന് അടിച്ചു. അപ്പോഴേക്കും പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ, ഖാദി ബോർഡിലെല്ലാം ഞാൻ കുറേ പണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞ കാലത്ത് എൻ്റെ ഹസ്ബൻഡ് അച്ഛൻ എനിക്ക് ഖാദി ബോർഡിൽ നിന്ന് സാരി വാങ്ങി തന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ബെഡ്ഷീറ്റ് വാങ്ങിയിട്ടുണ്ട്. അത് ഞങ്ങൾ ഗുരുവായൂരൊക്കെ ഈ ഖാദി ബോർഡിൻ്റെ ഷോപ്പുകളുണ്ട്. ഞങ്ങൾ അതിൽ പോയിട്ട് ബെഡ്ഷീറ്റൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ തോർത്തുമുണ്ടുകൾ വാങ്ങാറുണ്ടായിരുന്നു. അത് നല്ല സോഫ്റ്റ് മുണ്ടുകളായിരിക്കും, നമുക്ക് കുടിക്കാൻ നല്ല സുഖമാണ്. ടർക്കിന് വേഗത്തിൽ ഉണങ്ങി കിട്ടാനും ഒക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഞാനായിട്ട് സാരി വാങ്ങുക, മുണ്ട് വാങ്ങുക അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഓൺലൈനിൽ നോക്കി, നമ്മൾ ഈ സൈറ്റിൽ കയറി ആദ്യം നോക്കി. അപ്പോൾ സെലക്ഷനൊന്നും അത്ര പോരാ. അപ്പോൾ നമുക്ക് സെലക്ഷൻ പോരാന്ന് പറഞ്ഞാൽ കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല ഖാദി ബോർഡിനെ വിമർശിച്ചതല്ല കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ആപ്പിൽ കയറിയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിലിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് സ്റ്റോക്കൊക്കെ കാണും. ഇങ്ങനെ നമുക്ക് അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്ത് നമ്മൾ ഓൺലൈൻ പർച്ചേസിങ് ചെയ്യും പോലെ നമ്മൾ കാർട്ടിലിട്ടിട്ട് അങ്ങനെ പോകുന്ന സമയത്ത് അവസാനമാകുമ്പോൾ സ്റ്റോക്ക് ഉണ്ടാവില്ല. അങ്ങനെ ഇത് പല പ്രാവശ്യം നമ്മളിത് ആവർത്തിച്ചു. ഒരേ ദിവസമല്ല, പല ദിവസങ്ങളിൽ അങ്ങനെ ആവർത്തിച്ച് നോക്കിയിട്ട് പിന്നെ അവസാനം നമ്മൾ മാനേജറെ കോൺടാക്ട് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു പുതിയ സ്റ്റോക്ക് ഇന്ന ദിവസം കയറും, അതിന് ശേഷം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, അങ്ങനെയെല്ലാം പറഞ്ഞു. നമുക്കിങ്ങനെ ഇഷ്ടപ്പെട്ട കളറൊക്കെ ആയി കഴിയുമ്പോൾ അത് സ്റ്റോക്ക് ഉണ്ടാവില്ല. പിന്നെ ഇപ്പോൾ അതിൽ ഒക്ടോബർ 31 എന്നാണല്ലോ ഞാൻ ആ വീഡിയോയിൽ പറയുന്നത് ലാസ്റ്റ് ഡെഡ് ലൈൻ ആയിട്ട് തന്നിരിക്കുന്നത്. പക്ഷേ അതല്ല, ഡിസംബർ 31 കേട്ടോ. നമുക്ക് തെറ്റിപ്പോയതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ മെയിൽ വായിച്ച് നമുക്ക് മനസ്സിലായി ഡിസംബർ 31 എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതുവരെ സമയമുള്ളതുകൊണ്ട് തന്നെ അവർ സ്റ്റോക്ക് കയറ്റിയിട്ട് സ്റ്റോക്ക് തരുമ്പോൾ സ്റ്റോക്ക് ന്യൂസ് അപ്ഡേറ്റ് ചെയ്യുമെന്ന് പറയുന്നതനുസരിച്ച് നമ്മൾ വീണ്ടും ഒരേ പ്രവൃത്തികൾ തന്നെ ഇങ്ങനെ പല പ്രാവശ്യം ആവർത്തിച്ചു. പക്ഷേ എന്നാൽ പോലും നമുക്ക് ലാസ്റ്റ് ചെല്ലുമ്പോൾ ഓപ്ഷൻ ഉണ്ടാവില്ല. പിന്നെ കുർത്തീസൊന്നും നമുക്ക് അത്ര ഒരു ഇഷ്ടമായില്ല. പിന്നെ ഖാദിയുടെ ഇത് അറിയാലോ, അങ്ങനെ പിന്നെ ഈ സാരിയൊക്കെ ഉണ്ടല്ലോ 1400 അങ്ങനെ ഇത്രയും കണ്ടോ വില. 1000 അല്ല 1400 എത്രയും കണ്ട്. ക്വാളിറ്റി ഉണ്ടായിരിക്കും, പക്ഷേ നമുക്കിപ്പോൾ അത് കോസ്റ്റ്ലി തന്നെ അല്ലേ ഈ ഒരു ടൈപ്പ് സാരിക്ക്. അങ്ങനെയാണ് നമ്മൾ പിന്നെ ബെഡ്ഷീറ്റ് ഓപ്ഷൻ നോക്കാൻ തുടങ്ങി. ഷർട്ടൊന്നും നമുക്കുള്ള സൈസും ഫുൾ സ്ലീവ് കിട്ടുന്നില്ല കണ്ടപ്പോൾ എപ്പോഴും ഹാഫ് സ്ലീവ് മാത്രമേ എടുക്കുന്നുള്ളൂ. അങ്ങനെയാകുമ്പോൾ നമ്മൾ ബെഡ്ഷീറ്റ് നോക്കാമെന്ന് വിചാരിച്ചു. ബെഡ്ഷീറ്റ് ഈ പറഞ്ഞ പോലെ തന്നെ പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു ക്രീമും ഒരു ലൈറ്റ് ഗ്രീൻ്റെയൊക്കെ ഒരു ഇങ്ങനെ ലൈനായിട്ട് ഉള്ളൊരു ടൈപ്പ് ഉണ്ടായിരുന്നു. അതേ ടൈപ്പ് തന്നെ എപ്പോഴൊക്കെ ഉള്ളത് കേട്ടോ.
അങ്ങനെ നമുക്ക് സത്യത്തിൽ ഈ കൂപ്പണിന് എന്ത് ചെയ്യണം, പ്രതിസന്ധി ആയി എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറയുന്നത്, പ്രതിസന്ധി കിട്ടാം. എന്ത് ചെയ്യണം നമുക്ക് അറിയുന്നില്ല, ഇതെങ്ങനെ പർച്ചേസ് ചെയ്യുന്നത്, എന്ത് വാങ്ങും നമ്മൾ എന്നുള്ളത്. അങ്ങനെ നമ്മൾ എന്തായാലും ലാസ്റ്റ് പിന്നെ ഷർട്ട് തന്നെ വാങ്ങാം എന്നുള്ളത് വിചാരിച്ചു. ബെഡ്ഷീറ്റ് വേണ്ട, ബെഡ്ഷീറ്റും അതെ നമുക്ക് ഇങ്ങനെ കട്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ ബെഡ്ഷീറ്റ് ആണെങ്കിൽ ഒരു ഡബിളും ഒരു സിംഗിളും ആണ് നമുക്ക് ഈ പൈസയ്ക്ക് കിട്ടുന്നുണ്ടാവുക. അങ്ങനെ പിന്നെ സാരിക്ക് കണ്ടില്ലേ, സെലക്ഷൻ നോക്കി നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടമായോ, അതൊരു ബെഡ്ഷീറ്റാണ് കേട്ടോ. അപ്പോൾ അത് ഷർട്ടാകുമ്പോൾ പിന്നെ പ്ലെയിൻ ഷർട്ടുകൾ വെള്ള, ക്രീം അങ്ങനെയുള്ള കളറുകൾ നോക്കി വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ എന്നുള്ള രീതിയിലാണ് ഉണ്ടാവും. അങ്ങനെ അവസാനം ഇതൊന്നും പ്രാക്ടിക്കൽ അല്ലാന്ന് കണ്ടപ്പോൾ ഞാൻ നേരെ ഷോറൂമിൽ പോയി. നമ്മളവിടെ പോയപ്പോൾ ഞാൻ പോയ ഷോറൂമിൽ 7 മണി വരെയാണ് ഈ ബില്ലാക്കാൻ പറ്റുള്ളൂ, ഈ കൂപ്പൺ ബില്ലാക്കാൻ പറ്റുള്ളൂ. പിന്നെ അതും വേറെ ഏതൊക്കെ ഇതിൽ 8 മണി വരെ ഉണ്ട്. ഞാൻ ആദ്യം വേറെ ഒരു കാതിര ഷോറൂമിലാണ് പോയത്. അപ്പോൾ അതിൽ നടക്കുമായിരുന്നില്ല. പിന്നെ ഇതിലേക്ക് വന്നപ്പോഴേക്ക് 6:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ അന്ന് തന്നെ ടിക്കറ്റ് എടുത്തത് തിരിച്ചു വരിക എന്നുള്ളതിന്. അപ്പോൾ ആ സമയത്ത് ഞാനിപ്പോൾ ഇത് ഫുള്ള് വാങ്ങിയിട്ടില്ല, ഞാൻ കാണിക്കേണ്ട ഇതൊക്കെയാണ് വാങ്ങിയത് എന്നുള്ളത്. കാരണം നമുക്ക് ഇപ്പോൾ ഈ ബ്ലൂ ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ, വീഡിയോയിൽ കാണുമ്പോൾ അത്യാവശ്യം ഭംഗിക്ക് എനിക്ക് തോന്നുന്നുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് അറിയില്ല. പക്ഷേ നേരെ കാണുമ്പോൾ വേറൊരു ബ്ലൂ പോലെയൊക്കെ തോന്നുന്നു, അതിങ്ങനെ നിറയ്ക്കുന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ളൊരു ബ്ലൂ. അപ്പോൾ ഇങ്ങനത്തെ ഈ ലൈറ്റ് കളറുകൾ വാങ്ങുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. പിന്നെ ആ വെള്ളയിൽ തന്നെ 1400 രൂപയ്ക്കുള്ളതിൽ സോഫ്റ്റ് കോട്ടൺ, 800 അതൊരു സോഫ്റ്റ് കോട്ടൺ അല്ല കേട്ടോ. എന്തായാലും നമുക്ക് ആ കടയിൽ നിന്ന് അതേ സൈസ്, നമ്മളുടെ ഉദ്ദേശിച്ച സൈസിൽ ഫുൾ സ്ലീവിൽ 4 ഒരു തരത്തിൽ നമുക്ക് ഒപ്പിക്കാൻ സാധ്യമല്ല. അത് ഞാൻ വാങ്ങി വന്ന് കാണാം. ഇതിന് ശേഷം വീഡിയോയിൽ ഞാൻ വീട്ടിൽ വന്നിട്ട് അൺബോക്സിങ് ആയിട്ടാണ് കേട്ടോ. അതിൽ തീരെ സെലക്ഷൻ കിട്ടുന്നില്ല, സൈസ് തീരില്ല. സെലക്ഷൻ എപ്പോഴും കണക്കാട്ടത്, സെലക്ട് ചെയ്തിട്ടേ ഇല്ല. അവിടെ വാങ്ങിയതാണത് എന്തെങ്ങനെയൊന്നും എനിക്ക് തോന്നരുത്. അപ്പോൾ എന്തെങ്കിലും വാങ്ങണ്ടേ. അപ്പം ബെഡ്ഷീറ്റ് എന്തെങ്കിലും വാങ്ങി കൂട്ടിയിട്ട് എന്താ കാര്യച്ചിട്ട് ബെഡ്ഷീറ്റ് വരില്ല. അപ്പോൾ ഇതിൽ 39 നോക്കിയിട്ട് കിട്ടിയില്ല. 40 ആണെങ്കിൽ നല്ല വലിപ്പം തോന്നുന്നു. അപ്പോൾ 38 ആണ് വാങ്ങിയത്. ഹസ്ബൻഡ് ഷർട്ട് വെള്ളത്തിലിട്ടാ അതുണ്ടാവും, ഒന്നുണ്ടാവും. പിന്നെ ഇതൊരു അപ്പം ഇങ്ങനെ 4 ഷർട്ട് വാങ്ങി. ഞാൻ 19 ദിവസം കൊടുക്കേണ്ടി വന്നു കേട്ടോ. നഷ്ടായി. അപ്പോൾ ഇത് ഹാഫ് സ്ലീവേ ഉള്ളൂ, വൈറ്റ് ഇല്ല, ഫുൾ സ്ലീവ്. നോക്കിയത് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ ഇങ്ങനെ ക്ലോത്ത് ഇങ്ങനെ അയ്യ പോലെ ഉണ്ട്, കണ്ടില്ലേ? അയ്യോ, ഇതിവിടെ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഇത് അവിടെയൊക്കെ ഉണ്ട്. ഇതിങ്ങനെ തന്നെ ആവുമായിരിക്കും, എനിക്കറിയില്ല ഇങ്ങനത്തെ ക്ലോത്ത് ഇങ്ങനെ തന്നെയാണോ എന്നുള്ളത്. അത് അവിടെയും ഇവിടെയൊക്കെ ഉണ്ട്. അവർ പറഞ്ഞ വാഷിംഗ് മെഷീനിലൊന്നും ഇടരുത് എന്ന് പറഞ്ഞു. തുറന്ന് കണ്ടില്ലെങ്കിലും അല്ല, ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവർ പറഞ്ഞ വാഷിംഗ് മെഷീനൊന്നും ഇടരുത്, ഇത് ഇങ്ങനെ തന്നെയാണെന്ന്. എല്ലാവർക്കും ഉണ്ടെന്ന് വിചാരിച്ചിട്ടില്ല കേട്ടോ. കയറിയത് എന്ന് പറഞ്ഞാൽ അത് ഇടുകൊണ്ടാവില്ല, എനിക്കറിയില്ല. കാണിച്ചപ്പോഴേ ഓരോന്ന് അവനിക്ക് ഇഷ്ടമായത് എന്നാ വെള്ളയാണ് കേട്ടോ. ആകെക്ക് ഇഷ്ടമായത് വെള്ളയുള്ളൂ. കളർ വെള്ളം, പക്ഷെ ഫുൾ സ്ലീവ് 40 ഉള്ളൂ. ഫുൾ സ്ലീവില്ല. ഞാൻ എന്ത് ചെയ്യാനാ, എങ്ങനെയും ഒപ്പിച്ച് പോരണ്ടേ. പിന്നെ 7 മണിക്ക് അവർക്ക് 7 മണി കഴിഞ്ഞാൽ പിന്നെ അവർ കൂപ്പൺ എടുക്കില്ല, അവർക്ക് എന്തോ ആവില്ലെന്നോ എന്തോ എന്ന് പറഞ്ഞു. പിന്നെ വേറെ ഷോപ്പ് പോകണം. ഏതൊക്കെ ഷോപ്പുകൾ 8 മണി വരെ ഉണ്ട്. ഞാൻ പോയ ഷോപ്പ് 7 മണി വരെയുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് വേറെ മാർഗം തരില്ല. ഇത് ഫുൾ സ്ലീവ് അല്ല, ഇത് ഫുൾ സ്ലീവ് എന്നാണല്ലോ പറഞ്ഞവര്. അയ്യോ, ഇത് ഹാഫ് സ്ലീവ് കേട്ടോ. ഫുൾ സ്ലീവ് എന്നാ വിചാരിച്ച്. ഇത് ഹാഫ് സ്ലീവ്. ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകലാണ് ഈ ഷർട്ടുകളുടെ ബുദ്ധിമുട്ട്. സ്റ്റാർച്ചൊക്കെ മുക്കി. എനിക്ക് പിന്നെ ഇഷ്ടമായത് ഈ ഒരു ഷർട്ടാട്ടെ. ഈ ഷർട്ടും വൈറ്റും ആണ് എനിക്ക് ഇഷ്ടമായത്. നമുക്ക് തീരെ സെലക്ഷൻ ഇല്ലല്ലോ. ആകെ 5 പീസ് 4 പീസ് ഞാൻ വാങ്ങി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി അതിൻ്റെ സ്ഥിതി. ആകെ 5 പീസായിരുന്നു. ഇന്ന് കളറൊന്നും നോക്കിയിട്ടല്ല കേട്ടോ നിൽക്കുന്നത്. സൈസും ഫുൾ സ്ലീവും അത്രമാത്രം നോക്കിയിട്ടാണ്. അപ്പോൾ 4 ഷർട്ട് ഇത് പർച്ചേസ് ചെയ്തതിൻ്റെ ഷോപ്പിൻ്റെ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ അവർക്ക് അങ്ങോട്ട് തിരക്കായിട്ടും എനിക്കും തിരക്ക്, അവർക്കും തിരക്ക് കേട്ടോ. പോകാൻ 7 മണിക്ക് തീർക്കാൻ ഇന്ന് ഉണ്ട്. വൈറ്റ് ഇഷ്ടമായെങ്കിലും വൈറ്റിൽ ഇവിടെ കാണുന്നോടത്ത് തന്നെ നെഞ്ചിൻ്റെ ആ ഭാഗത്ത് കാണുന്നോടത്ത് തന്നെ കണ്ടില്ലേ ക്ലോത്ത് ഇങ്ങനെ ഇവിടെയൊക്കെ.
ഇതിൽ ഈ വൈറ്റിൽ തന്നെ 2 തരം ടൈപ്പ് കോട്ടൺ ഉണ്ട്. 1450 രൂപയുടെ ഉണ്ട് സോഫ്റ്റ് ക്ലോത്ത്. പക്ഷെ അത് 42 സൈസുള്ളൂ. അതൊന്നുകൂടി നല്ലതായിരുന്നു. പക്ഷെ 42 സൈസ്. ബാക്കിലൊക്കെ നല്ലപോലെ ഉണ്ട് കേട്ടോ. ഫ്രണ്ടിൽ ഏറ്റവും കാണുന്നോട് തന്നെ ആ ടൈപ്പിൽ. ഇതൊന്നും എനിക്കൊന്നും ഉള്ളിട്ട് ഭേദം. ഇത് കുറച്ചുകൂടി കട്ടിൽ അല്ല, എല്ലാവരും ക്ലോത്ത് അല്ലേ? അറിയില്ല, ഇട്ടേ പറ്റും. സെറ്റ് സാരി വാങ്ങുകയാണെങ്കിലും സെറ്റ് സാരി ഉണ്ടായിരുന്നോ? സെറ്റ് സാരി ഒക്കെ ഉണ്ട് അവിടെ. ഞാൻ നോക്കാൻ പോയില്ല. വാങ്ങുകയാണെങ്കിലും പൈസ അങ്ങോട്ട് കൂട്ടേണ്ടി വരും. അപ്പം പിന്നെ ഞാൻ വാങ്ങാൻ പോയില്ല. അച്ഛനിട്ടോക്കാം, രസം ഉണ്ടാവും. അപ്പോൾ ഇതാണ് തുണിയുടെ ഷോപ്പിംഗ്. KSF തന്ന സമ്മാനം. KSFയുടെ സമ്മാനം. KSF കാരണം ദുരിതങ്ങൾ തന്നു. പക്ഷേ അവസാനം കുഞ്ഞൊരു സമ്മാനം തന്നു. ബാക്കി പൈസ തന്നാൽ മതി, ഇത് വേണ്ടായിരുന്നു.